നമ്മളെ ഈ ക്ലാസിക്കൽ മ്യൂസിക് ഉണ്ട്, കർണാട്ടിക് മ്യൂസിക്. അപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക്കും സിനിമാ ഗാനങ്ങളും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കുന്ന ആൾക്കാർക്ക് അത് ആസ്വദിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് നിജപ്പെടുത്തിയതായിരിക്കും. എന്ന് വെച്ചാൽ കുറച്ച് പേർക്ക് അത് മനസ്സിലാക്കാനും അത് ആസ്വദിക്കുവാനും കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് കാണികളും കുറവായിരിക്കും. എന്നാൽ ഇത് സിനിമാ ഗാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിൽപ്പെട്ട ആൾക്കും എങ്ങനെയും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പാട്ട് പഠിക്കാത്ത ഒരാൾക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, സിനിമാ പാട്ട് ഈസി ആയിട്ട് പാടാം. എന്നാൽ ഒരു കച്ചേരി പാടാൻ പറഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. വ്യക്തമായി മനസ്സിലാക്കുക. അപ്പോൾ അതായത് ക്ലാസിക്കലായിട്ടുള്ള സംഗീതം ചെയ്യുന്നവർക്ക് ചിലർക്ക് സിനിമാ പാട്ട് പാടാനും ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അത്രയൊരു ഭംഗി ഉണ്ടാവണം നിർബന്ധമില്ല, എല്ലാവരും അല്ല കേട്ടോ. ഇനി തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ആപേക്ഷികത എന്ന് പറയുന്നതാണ് അതിനെ വ്യത്യസ്തമാക്കി നിർത്തുന്നത്. ആസ്വാദനത്തിൻ്റെ തലങ്ങളും വ്യത്യാസമുണ്ട്. കാരണം സിനിമാ ഗാനങ്ങളൊക്കെ തന്നെ വിഷ്വൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് അതങ്ങനെ ഏതൊരാൾക്കും ആസ്വദിക്കുവാനും വെറുതെ ഒന്ന് മൂളിക്കൊണ്ട് നടക്കാനും ഒക്കെ പറ്റും. എന്നാലിപ്പോൾ ഒരു കച്ചേരി ചെയ്യുമ്പോൾ അത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ ആസ്വദിക്കാനോ പറ്റുന്ന തരത്തിലായിരിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ആയോധനകലയും. ആയോധനകല നമുക്ക് രണ്ട് രീതി പഠിക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ കണ്ടു പഠിക്കാം. സിനിമാ പാട്ടൊക്കെ നമ്മൾ കേട്ട് പഠിക്കുന്ന പോലെ കണ്ടു പഠിക്കാം. അല്ലെങ്കിൽ ഒരാൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മളും കണ്ട് നമുക്ക് ഫോളോ ചെയ്യാം. ഇതാണ് അതിൻ്റെ ഒരു രീതി. രണ്ടാമത് ഇപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ ജണ്ട വരിശ, സരളി വരിശ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന പോലെ തന്നെ മെല്ലെ സരിഗമപദനിസൈ തുടങ്ങിയിട്ട് രാഗങ്ങളിലേക്ക് പോയി രാഗവിസ്താരങ്ങളിലേക്ക് പോയി അങ്ങനെയും പഠിക്കാം. അപ്പോൾ ഇങ്ങനെ രണ്ട് അവസ്ഥകളാണുള്ളതെന്നാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ടിനകത്തും അതിൻ്റേതായ സൗന്ദര്യമുണ്ട്, അതിൻ്റേതായ വ്യത്യസ്തതയുണ്ട്. ആസ്വാദനത്തിൻ്റെ തലത്തിലും അതിൻ്റെ ക്ലാസിക്കലായിട്ടുള്ള തലത്തിലുമാണ് വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ഒരു വടി പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതികൾ അവലംബിക്കാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വടി കറക്കുന്നു, അത് കണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് പ്രത്യേകിച്ചൊരു പാറ്റേണോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് ഈസിയായിട്ട് കറക്കാം. അപ്പോൾ കറക്കുന്ന കാണുമ്പോൾ ഓരോ വ്യക്തിയുടെ കഴിവനുസരിച്ച് അത് വളരെ ഭംഗിയായി വരികയും ചെയ്യും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ക്ലാസിക്കലായിട്ട് പഠിക്കുമ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ അല്ലാതെ കണ്ടു പഠിച്ച ഒരാൾ പഠിപ്പിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് വരും. ഇതാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വെറുതെ കണ്ടുപഠിച്ച ഒരാൾക്ക് ഒരാളെ പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ അയാൾ വെള്ളം കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി നേരെ തിരിച്ച് ക്ലാസിക്കലായിട്ട് പഠിച്ച ഒരാളെ സംബന്ധിച്ച് ഏത് പാട്ട് പാടാത്ത ഒരാൾക്ക് പോലും അതിൻ്റെ ബേസിക് മുതൽ തുടങ്ങി നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം. അതിന് തിയറികളുണ്ടാവും, തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ആ സ്കെയിൽ വെച്ച് ഇതിനെ ഒന്ന് അളക്കുകയാണ് ഈ പ്രാവശ്യം. അതായത് സാധാരണ ആർട്ടിനെ നമ്മളൊരു ക്ലാസിക്കൽ ആർട്ടായിട്ട് കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ നമ്മൾ ചെയ്യണം, തിയറികൾ, അതിലെന്തൊക്കെ വ്യത്യാസങ്ങൾ വരും എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ പരിശോധിക്കാം. നേരെ വീഡിയോയിലേക്ക് ഞാൻ ഡോക്ടർ ഹരീഷ് ചെമ്പകര, പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. സ്റ്റിക്കുകൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, വീശാൻ എടുക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റിക്കുകളൊക്കെ തന്നെ ഒരുപാട് ഭാരമുള്ളതോ ഒരുപാട് വണ്ണമുള്ളതോ ആയിരിക്കരുത്. ഒരു മീഡിയം സൈസ് സ്റ്റിക്കായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അത് വളരെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ കറങ്ങുമ്പോൾ അത്യാവശ്യം വെയിറ്റേ പാടുള്ളൂ, ഒരുപാട് വെയിറ്റ് പാടില്ല. കാരണം നമുക്കിങ്ങനെ കറക്കമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം വെയിറ്റേ പാടുള്ളൂ, ഒരുപാട് വെയിറ്റ് പാടില്ല. എന്നാൽ തീരെ വെയിറ്റ് കുറയുകയും ചെയ്യും, അപ്പോൾ സ്പീഡ് കുറയും. ഇതൊക്കെ വടിയെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ചേറെ കാര്യങ്ങളാണ്. ഇനിയും ഇതിൽ എന്തൊക്കെയാണ്, അപ്പം നമ്മൾ നേരെ പഠിപ്പിക്കുകയല്ല ചെയ്യണത്, അതിന് ചില ട്രിക്കുകളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട്. ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് എന്ന് നമുക്കറിയാം, തുള്ളികൾ വീഴുന്ന പോലെ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു വടി എടുത്താൽ വടി കറക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കറക്കുക, ഓക്കെ, ഇനി അല്ലെങ്കിൽ ഇങ്ങനെ കറക്കുക, ഇനി അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കറക്കുക, അതും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കറക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വേണേൽ നമുക്ക് പഠിപ്പിക്കാം. ക്ലാസിക്കലായിട്ട് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ഒന്ന് പഠിപ്പിക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തുള്ളി വീഴുമ്പോൾ ഒരു തുള്ളി ഇങ്ങനെ നിൽക്കുവാണ്, കേട്ടോ. ഈ തുള്ളി നിൽക്കുമ്പോൾ ഈ തുള്ളി നേരെ താഴേക്ക് ഡ്രോപ്പ്, വീണയോ, ഇങ്ങനെ നിൽക്കുന്നു, ഡ്രോപ്പ്, മനസ്സിലായോ? ഒരു വെള്ളത്തുള്ളി വീഴുന്ന പോലെ. അതിന് രണ്ട് അവസ്ഥകളാണുള്ളത്, നോക്കുക. നമുക്ക് ഈ വടിയുടെ ഇവിടെ ഇത് നിൽക്കുന്ന 90 ഡിഗ്രിയാണ്. ഇത് താഴേക്ക് പോകാൻ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ ഒരു പ്രഷർ കൊടുക്കാം, മനസ്സിലായോ? ഒരു പ്രഷർ കൊടുത്താൽ ഇതെന്ത് ചെയ്യും, ഇത് കറങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കും, റൈറ്റ്. ഇനി വേറൊരു കാര്യമുണ്ട്, ഈ പ്രഷർ കൊടുക്കാതെ നമ്മൾ ഈ നിൽക്കുന്ന അവസ്ഥ വളരെ ക്ലോസ് ആയിട്ട് നോക്കുക. നമ്മളിവിടെ പ്രഷർ കൊടുക്കുന്നു, അതൊന്ന്. രണ്ടാമത്തെ പ്രഷർ കൊടുക്കാതെ നിൽക്കുന്ന സംഗതിയുടെ അടിഭാഗം ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വലിക്കുന്നു, മനസ്സിലായോ? അടിഭാഗം ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വലിക്കുന്നു. അതായത് വടി ഇങ്ങനെ പിടിച്ചതിന് ശേഷം നേരെ നമ്മൾ
ഒരു അല്പം മാറിയാൽ അത് കറങ്ങി വരും. അപ്പോൾ ഒന്നാമത്തെ ഇതിൽ പ്രഷർ കൊടുത്താണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അതായത് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ പ്രഷർ കൊടുത്താണ് ചെയ്യുന്നത്. ഓക്കെ, അതല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വന്നിട്ട് ഡ്രോപ്പ്, കണ്ടോ? ക്ലിയർ? ഡ്രോപ്പ്, ഡ്രോപ്പ്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് വരും? ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്. സി, ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്. കണ്ടോ? മനസ്സിലായോ? ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്. ഇനി ഇത് വടി അകത്തൂടെയാണ് കറങ്ങുന്നതെങ്കിൽ നമുക്ക് പുറത്തൂടെയും കറക്കാം. ഇത് കണ്ടോ? ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്. റൈറ്റ്? ക്ലിയറായി മനസ്സിലായോ? അപ്പോൾ ഇത് അകത്തൂടെ, ഇത് കൂടെ നമ്മൾ പുറത്തൂടെയും കറക്കി ശീലിക്കണം. ഇവിടെ കിട്ടിയോ? ഇങ്ങനെയുള്ള ബേസിക് തിയറികളുണ്ട് വടി പഠിപ്പിക്കുന്ന സമയത്ത്. ആയതിനാൽ ഇങ്ങനെയുള്ള ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് എന്ന് തിയറി ഉണ്ട്. അപ്പം അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു വടി ഇങ്ങനെ സിംഗിൾ ഫിംഗേഴ്സ് ഇങ്ങനെ കറക്കുകയാണ്. ഓക്കെ, ഇതാണ് ചെയ്യണത്. ഇത് ചെയ്യുമ്പോൾ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആണെങ്കിൽ ഇത് വരുന്ന സമയത്ത് നമ്മൾ ഈ കൈ എന്ത് ചെയ്യും? അല്പം പുറകോട്ട് വലിക്കുക. കേട്ടോ? റൈറ്റ്? ഒന്നുകൂടെ നേരെ നിർത്തി അല്പം പുറകോട്ട് വലിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്കാൻ പറ്റും. കണ്ടോ? അപ്പോൾ അതിൻ്റെ ആയത്തിന് നമുക്ക് എന്ത് ചെയ്യാനാണ്? നമ്മളൊരു സപ്പോർട്ടീവായ സംവിധാനം കൊടുക്കണം. അതായത് ഇങ്ങനെ കറക്കുമ്പോൾ കണ്ടോ, പുറകോട്ടൊന്ന് വലിച്ച് കൊടുത്താൽ പിടികിട്ടുണ്ടോ? കൃത്യമായിട്ട് കറങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വേഗത്തിൽ കറക്കുമ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ കറക്കിയെടുക്കാം. ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് കണ്ടോ? വരുന്ന കണ്ടോ? ഓക്കെ, അപ്പം ഇങ്ങനെ വരുമ്പോൾ ഫുൾ ഫിംഗർ 1 2 3 ഇവിടെ കമത്തി പിടിക്കും. ഓക്കെ, ഒന്നുകൂടെ ഡ്രോപ്പ് 1 2 3 ക്യാച്ച്. ഓക്കെ, ഒന്നുകൂടെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് 1 2 3 ക്യാച്ച്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടി എളുപ്പം തുടക്കത്തിൽ എളുപ്പമാക്കാനുള്ള മാർഗം ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് 1 2 3 ചെയ്തു. നമ്മൾ ജസ്റ്റ് തിരിഞ്ഞാണ്. ഓക്കെ, ഒന്നുകൂടെ 1 2 3 ക്യാച്ച്. ക്ലിയർ? ഒന്നുകൂടെ 1 2 3 ക്യാച്ച്. എന്നിട്ട് ഇത് ഇങ്ങോട്ട് കറക്കണ്ട, വീണ്ടും എവിടെ വരും? കയ്യിലോട്ട് വരും. അപ്പം നമുക്ക് കറക്കുമ്പോൾ 1 2 3 ക്യാച്ച്, ദെൻ മൂവ്, ഇങ്ങനെ വരും. ഞാൻ നേരെ കാണിച്ചു തരാം. 1 2 3 ക്യാച്ച്, മൂവ്, 1 2. ഓക്കെ, ദെൻ അഗെയിൻ 1 2 3 ക്യാച്ച്, 1 2 3 ക്യാച്ച്, 1 2 3 ക്യാച്ച്. കണ്ടോ? മനസ്സിലായോ? അപ്പോൾ അത് ഫാസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. റൈറ്റ്? സൈഡിൽ കൂടെ നോക്കുക ഒന്നുകൂടെ. സി, ഇനി നമ്മൾ കണ്ടിന്യൂസ് കറക്കുന്ന സമയത്ത് എപ്പോഴും വടിയുടെ വെയിറ്റ് നീളമുള്ള ഭാഗത്തേക്ക് നിൽക്കണം. അപ്പോൾ 1 2 3 കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ഈ കൈ ഒരല്പം ഇങ്ങോട്ട് അറേഞ്ച് ചെയ്യണം. അപ്പോൾ വീണ്ടും കറക്കാം. മനസ്സിലായോ? 1 2 3 ബാക്ക്, 1 2 3 ബാക്ക്, 1 2 3. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോക്കിയാൽ നമുക്ക് ആ കറങ്ങുന്നിടത്ത് ഇത് അറിയില്ല. പിടികിട്ടിയോ? വ്യക്തമായിട്ട് മനസ്സിലായോ? നമുക്ക് കറങ്ങുന്നിടത്ത് എന്ത് ചെയ്യില്ല, ഈ സാധനം ഈ മാറുന്നുണ്ടെന്ന് നമുക്ക് അറിയാതെ കറക്കാൻ പറ്റും. ക്ലിയറായോ? ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്ന കൂടെ നമുക്കൊന്ന് വേണമെങ്കിൽ ചെയ്യാം. ക്ലിയർ? അപ്പം ഇങ്ങനെ വടിയുടെ ബേസിക് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്ലാസിക്കൽ മ്യൂസിക് എങ്ങനെ ചെയ്യുന്നു അതേപോലെ തന്നെ ഇതിനകത്തും ചില കാര്യങ്ങൾ ഇതുപോലെ വിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ കറക്കിലെ പെർഫെക്ഷൻ, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡുകൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ? അപ്പം ഇത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. പഠിക്കുന്നവർക്ക് ഒരുപാട് ഗുണം ചെയ്യും. അല്ല, നമ്മൾ വടിയെടുത്തിട്ട് വെറുതെ കറക്കാതെ ഒരു ക്ലാസിക് സ്റ്റൈലിലൊക്കെ ഒന്ന് കറക്കി നോക്കി, കുറച്ചുകൂടെ ഗുണം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഈ ആയോധന കലയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന പോലെ തന്നെ വേണം നമ്മുടെ ഏതൊരു ആയുധത്തെയും നമ്മൾ പരിപാലിക്കാനായിട്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ എത്രമാത്രം സേഫായിട്ടാണോ നമ്മുടെ ഇരിക്കുന്നത്, അതുപോലെ സേഫായി വേണം ആയുധവും കൈകാര്യം ചെയ്യാൻ. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇതിനകത്ത് ക്ലാസിക്കലായിട്ട് പഠിക്കുന്നവരും അല്ലാതെ കറക്കി പഠിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസമെന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു ഉൾക്കാഴ്ചയും ഒക്കെ ആയി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.